കണ്ണൂർ മുഴപ്പിലങ്ങാട് ബി.ജെ.പി. പ്രവർത്തകൻ സൂരജ് കൊല്ലപ്പെട്ട കേസിൽ 9 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി. 10ാം പ്രതിയെ വെറുതെ വിട്ടു. തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. CPIM പ്രവർത്തകരാണ് പ്രതികൾ. ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും. 19 വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ വിധി വരുന്നത്. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി TK രജീഷ് അടക്കം 9 പ്രതികൾ കുറ്റക്കാരാണെന്ന് തലശ്ശേരി സെഷൻസ് കോടതി കണ്ടെത്തി. 10ാം പ്രതി നാഗത്താൻകോട്ട പ്രകാശനെ കോടതി വെറുതെ വിട്ടു. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരൻ PM മനോരാജ്, NV യോഗേഷ്, K ഷംജിത്ത്, സജീവൻ, പണിക്കന്റെ വിട V പ്രഭാകരൻ, KV പത്മനാഭൻ, പുതിയപുരയിൽ പ്രദീപൻ, മനമ്പോത്ത് രാധാകൃഷ്ണൻ എന്നിവരാണ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ മറ്റുള്ളവർ. 2 മുതൽ 6 വരെ പ്രതികൾക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമം 143, 147, 148, 302 കൂടാതെ 120B എന്നിവയും ആംസ് ആക്ട് പ്രകാരമുള്ള കുറ്റമാണ് കണ്ടെത്തിയിരിക്കുന്നത്. 7, 8, 9 പ്രതികൾക്കെതിരെ ഈ കേസിൽ കൊലപാതകത്തിനുള്ള ഗൂഢാലോചന കുറ്റമാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. 12 പ്രതികളുണ്ടായിരുന്ന കേസിൽ 1ാം പ്രതി PK ഷംസുദ്ദീൻ, 12ാം പ്രതി TP രവീന്ദ്രൻ എന്നിവർ വിചാരണയ്ക്ക് മുൻപ് മരിച്ചിരുന്നു. കേസിൽ തുടക്കത്തിൽ 10 പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പിടിയിലായ TK രജീഷിന്റെ കുറ്റസമ്മത മൊഴിയെ തുടർന്ന് രജീഷിനെയും മനോരാജിനെയും പ്രതി ചേർത്ത് അനുബന്ധ കുറ്റപത്രം നൽകുകയായിരുന്നു. 2005 ഓഗസ്റ്റ് 7 രാവിലെ 8:40 ഓട്ടോറിക്ഷയിലെത്തിയ സംഘം മുഴുപ്പിലങ്ങാട് ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപത്ത് വെച്ച് സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. സൂരജ് CPIM വിട്ട് BJP-യിൽ ചേർന്നതിന്റെ വൈരാഗ്യത്തിലായിരുന്നു കൊലപാതകം. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.